जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे राम 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 हरे हरे ओम ज्ञानतिमिरन्धस्य ज्ञानाज्ञानाशलाघय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति स्वपदाधिकं वन्देकं श्रीगुरु श्रीयुतपदकमलं श्रीगुरुं वैष्णवांश श्रीरूपं सागरजातं सगणरघुनाथानिदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखानिदां च ये कृष्ण करुणा सिंधु दीनबंधु जगतपदे गोपेश गोपिका कांत राधा कांत नमस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धु गजा पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ओं नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय हरि ओम सत् सत् हरे कृष्णा മാതാജി കേൾക്കാമല്ലോ അല്ലേ ഹരിബോൾ കേൾക്കാം പ്രഭു. ആ ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 9 ശ്ലോകം നമ്പർ 40. ചില പ്രഭാത് കി ജയ്, ഗുരുദേവ് കി ജയ്. എല്ലാവരുടെയും ഗുരുക്കന്മാർക്ക് എന്റെ ദണ്ഡവത് പ്രണാമം. എല്ലാവരുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഹരിബോൾ ഹരേ കൃഷ്ണ. ശില പ്രഭാത് കി ജയ്, ഗുരുദേവ് കി ജയ്. പ്രഭൂര പ്രഭാവേ ലോക ഐല ദർശനെ ലക്ഷാർബുദ ലോക ആയിസേ ന യായാ ഗണനേ. പ്രഭൂര പ്രഭവേ ലോകായില ദർശനെ ലക്ഷാർബുദ ലോക ഐസേ ന യായാ ഗണേനാം. പ്രഭൂര പ്രഭവേ ശില പ്രഭാതിക്ക് പ്രഭാതിന്റെ പദാനുപദ തർജ്ജിമ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പ്രഭൂര പ്രഭാവേ ശ്രീ ചൈതന്യ മഹാപുരുവിന്റെ പ്രഭാവത്താൽ ലോക ജനങ്ങൾ അയില വന്നു ദർശനെ കാണാൻ. ലക്ഷ അർബുദേ ദശലക്ഷങ്ങൾ ലോക ജനങ്ങൾ ആയിസേ വന്നു ന ഇല്ല യയാ ഗണന എണ്ണാൻ കഴിയുക. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഭാവത്താൽ പല ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടുത്തെ ദർശിക്കാൻ എത്തിച്ചേർന്നു. ആ ജനക്കൂട്ടം എണ്ണാൻ കഴിയാത്ത വിധം അപരിമിതമായിരുന്നു. അടുത്ത 41 പറയുന്നത് ഭഗവാൻ അതീവ സൗന്ദര്യമുള്ള ശരീര സവിശേഷതകളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ അവിടുന്ന് എല്ലായ്പ്പോഴും പ്രേമാവേശത്തിലായിരുന്നു. അവിടുത്തെ കാണുന്ന മാത്രയിൽ തന്നെ എല്ലാവരും കൃഷ്ണനാമം ജപിച്ചു തുടങ്ങുകയും അപ്രകാരം വൈഷ്ണവ ഭക്തരായി തീരുകയും ചെയ്തു. 42 പറയുന്നത് അനേക തരത്തിലുള്ള തത്വചിന്തകരുണ്ട്. ചിലർ ഗൗതമനെയോ കണാദനെയോ പിന്തുടരുന്ന തർക്കശാസ്ത്രക്കാരാണ്. ചിലർ ജമനിയുടെ മീമാംസ തത്വശാസ്ത്രം പിന്തുടരുന്നു. ചിലർ ശങ്കരാചാര്യയുടെ മായാവാദ തത്വശാസ്ത്രവും മറ്റു ചിലർ കപിലന്റെ സാഖ്യ തത്വശാസ്ത്രവും വേറെ ചിലർ പതഞ്ജലി യോഗ സമ്പ്രദായവും പിന്തുടരുന്നു. ചിലർ 20 ധർമ്മശാസ്ത്രങ്ങളാൽ ചിട്ടപ്പെടുത്തിയ സ്മൃതിശാസ്ത്രത്തെയും മറ്റു ചിലർ പുരാണങ്ങളെയും തത്വശാസ്ത്രത്തെയും പിന്തുടരുന്നു. ഈ വിധത്തിൽ വ്യത്യസ്ത രീതികളിലുള്ള ചിന്തകരുണ്ട്. ഓം സത് സത് ഹരേ കൃഷ്ണ. ഹരി ഓം സത് സത്. ഇവിടെ ചൈതന്യ മഹാപ്രഭു പലതരത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൽ എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ ആൾക്കാർ ആകർഷരായി. ഈ പലതരത്തിലുള്ള ആൾക്കാരെല്ലാവരും ഭഗവാന്റെ ഭക്തരാകുന്നു, വൈഷ്ണവരാകുന്നു. അപ്രകാരം ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റിയും വർണ്ണിക്കുന്നു. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ പാദകമലത്തിൽ പാലനം ചെയ്യുകയാണെങ്കിൽ, അതായത് പാദകമലത്തിൽ പിന്തുടരുകയാണെങ്കിൽ
ഭഗവാന്റെ ഉദ്ദേശങ്ങളെ പാലനം ചെയ്യുക എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതൊരു വ്യക്തി ഭഗവാന്റെ പാദകമലത്തെ പിന്തുടരുന്ന വ്യക്തിക്ക് ഭഗവാന്റെ ഉദ്ദേശത്തെ പിന്തുടരുക എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം, നമുക്ക് 2 ശരീരമാണുള്ളത്. ഒന്ന് സാധക ദേഹം, 2 ചിത്തദേഹം. ഈ സാധകദേഹം എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ശരീരം, അതായത് പഞ്ചഭൂതങ്ങളാൽ ഇപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് സാധക ശരീരം എന്ന് പറയുന്നത്. അടുത്ത ചിത്ത ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ നിർവിഘ്ന രൂപത്തിൽ സേവ ചെയ്യുന്നത് നമുക്ക് ആത്മീയ ലോകത്ത് കിട്ടുന്നത്. ആ ആത്മീയ ലോകത്ത് നമ്മളുടെ എല്ലാം ശരീരം ചിത്ത ശരീരമാണ്. അപ്പൊ അതിന് ഉദാഹരണം പറയാമെങ്കിൽ ഭഗവാന്റെ പാർശ്വരർ എന്ന് പറയുന്നവര് എല്ലാം മഞ്ചരികളായിരുന്നു. അവരുടെ ശരീരമെല്ലാം ചിത്ത ശരീരമാണ്. അതായത് ഭഗവത് ധാമത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ ഓരോ തരത്തില് ഓരോ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് മഞ്ചരികൾ. അപ്പോ ഭഗവാന്റെ ആ മഞ്ചരികൾ പാർശ്വ മഞ്ചരികളുടെ ഭാവത്തിൽ സേവ ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ പാർശ്വരർ ഈ ഭൗതിക ലോകത്ത് വരുന്നു. അപ്പൊ ഭഗവാന്റെ പാർശ്വരാണ്, ഭഗവാനെ സേവ ചെയ്യുന്ന ശ്രേഷ്ഠ ഉത്കൃഷ്ട മഞ്ചരികളാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തേക്ക് ഭഗവാന്റെ പാർശ്വരെ പറഞ്ഞു വിടുന്നത്. അതില് ശ്രീല പ്രഭുപാദും ഭഗവാന്റെ 5 പ്രധാന സേവകരിൽപ്പെട്ട ഒരാളാണെന്ന് ശ്രേഷ്ഠ വൈഷ്ണവർ പറയുന്നു. അപ്രകാരം അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഈ ലോകം മൊത്തം ഈ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ സാധിച്ചത് പ്രഭുപാദിന്. അപ്പൊ ഭഗവാന്റെ പാർശ്വരർ ഈ ഭൗതിക ലോകത്ത് വരുന്നു. രൂപഗോസ്വാമി സാധക ദേഹത്തിൽ പ്രകടമാകുന്നു. അതായത് നമ്മളെ പോലുള്ള സാധാരണ ഒരു സാധകനായിട്ട് രൂപഗോസ്വാമി പ്രകടമാകുന്നു ഭൗതിക ലോകത്ത്. ഭഗവാൻ പറഞ്ഞു വിട്ടതാണ് രൂപഗോസ്വാമിയെ. എന്നാൽ അദ്ദേഹത്തിന്റെ രൂപഗോസ്വാമിയുടെ ചിത്തദേഹമാണ് രൂപമഞ്ജരിയാണ്. അപ്പൊ അദ്ദേഹം ആത്മീയ ലോകത്ത് രൂപമഞ്ജരിയാണ്. അതാണ് രൂപഗോസ്വാമിയുടെ ചിത്തദേഹം, ചിത്തശരീരം. എന്നാൽ സാധനാ ശരീരം രൂപഗോസ്വാമിയായിട്ട് ആത്മീയ ലോകത്ത് നിന്ന് ഭൗതിക ലോകത്തേക്ക് വരുന്നു. ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാനോ ഭഗവാന്റെ പാർശ്വരോ ഭഗവത് കാര്യങ്ങൾ പറയുമ്പോൾ നാം എല്ലാം 1 കോടി വർഷം പറയുന്നതും അവരുടെ ഒരു വാക്ക് പറയുന്ന അവരെ ദർശിച്ച മാത്രയിൽ, അവരുടെ ഒരു അസോസിയേഷൻ കിട്ടിയ മാത്രയിൽ, അവരുമായിട്ടുള്ള ഒരു സംസർഗം കിട്ടിയ മാത്രയിൽ അവരെല്ലാവരും വൈഷ്ണവരാകുന്നു. അത് പറയുവാനാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എവിടെല്ലാം പോയോ അവിടെയെല്ലാം ആൾക്കാരെ ഉദ്ധരിക്കുന്നു. എല്ലാവരും മറ്റ് അപസമ്പ്രദായങ്ങളിൽ നിന്നും സമ്പ്രദായങ്ങളിൽ നിന്നുമൊക്കെ ഉള്ളവരെല്ലാം ഭഗവാൻ ഭക്തരായിട്ട് മാറുന്നു. അതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ അപ്രകാരം രാമാനന്ദ റായിയുടെ ചിത്തരൂപമാണ് ഒരു മഞ്ജരിയുടെ ഭാവത്തിൽ സേവ ചെയ്യുന്നു ആധ്യാത്മിക ലോകത്ത്. അപ്പൊ രാമാനന്ദര നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കൊണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ രാമാനന്ദരായിയുടെ ചിത്തരൂപമാണ് ആധ്യാത്മിക ലോകത്തില് ഭൗതിക ലോകത്തില് സാധക ശരീരമായിട്ട് രാമാനന്ദരായിയായിട്ട് വരുന്നു. എന്നാൽ സാധക രൂപത്തിൽ രാമാനന്ദരായിയായിട്ട് വന്നിട്ട് നമുക്ക് ശിക്ഷ തരും. അപ്പൊ എന്തിനാണ് ഈ മഞ്ജരികൾ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭക്തര് അല്ലെങ്കിൽ ഭഗവാന്റെ പാർശ്വർ, ഇത്ര ശ്രേഷ്ഠമായ ഭഗവാന്റെ പാർശ്വര് ഈ ഭൗതിക ലോകത്ത് വരുന്നതെന്ന് പറയാൻ നമുക്ക് ശിക്ഷ തരാൻ വേണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനും കാട്ടിത്തരാനും നമുക്ക് ബോധം തരാനും വേണ്ടിയാണ്, പ്രജ്ഞ തരാനും വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പോ മഹാപ്രഭു ചോദിക്കുന്നു, എല്ലാ ദുഃഖത്തിലും വെച്ച് ഏറ്റവും വലിയ ദുഃഖം എന്താണ്? രാമാനന്ദറായോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാ ദുഃഖങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ
വലിയ ദുഃഖം എന്ത്? ഇവിടെ നമ്മുടെ ദുഃഖം ഭക്തി ജീവിതത്തിന്റെ പശ്ചാത്തലം എന്നിട്ട് ആ പശ്ചാത്തലത്തിൽ കാണണം. അതായത് നമ്മുടെ ജീവിതം ഭക്തി ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ. രാമാനന്ദറായി ഉത്തരം കൊടുത്തു, ഏറ്റവും വലിയ ദുഃഖം ഭക്തവിരഹമാണെന്നാണ് പറയുന്നത്. രാമാനന്ദറായി പറയുന്നത് ഏറ്റവും വലിയ ദുഃഖം എന്തെന്ന് വെച്ചാൽ അത് ഭക്തവിരഹമാണ്. എന്ത് ആ ഭക്തവിരഹം എന്ന് പറയുമ്പോൾ ഭക്തസംഘം ഇല്ലായ്മ, അതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് രാമാനന്ദറായി പറയുന്നു. അങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഏറ്റവും വലിയ സമ്പത്തി എന്താണ്? ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്തി എന്താണെന്ന് രാമാനന്ദറായോട് ചോദിക്കുന്നു. ഇവിടെ ഉത്തരം എന്ത് സ്വയം മനസ്സിലാക്കണം. രാമാനന്ദറായ ഉത്തരം കൊടുത്തു, ഭക്തി നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തിയാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഭക്തിയാണെന്ന് രാമാനന്ദറായി ഉത്തരം കൊടുത്തു. ഇനി ഭക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നു? ഭക്തിയിൽ നിന്ന് ദൂരെ പോകുന്നതിന് വിഭക്തി എന്ന് പറയും. അപ്പൊ ഒരു വ്യക്തി ഭക്തിയിൽ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നു അത് വളരെ പ്രാധാന്യമാണ്. ആ പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോൾ ആ വ്യക്തി ഭക്തിയിൽ നിന്ന് ദൂരെ പോകുന്നതിനാണ് വിഭക്തി എന്ന് പറയുന്നത്. അപ്പം ഒരു കാരണവശാലും നമ്മൾ പറയുന്ന വിഭക്തിയൊക്കെ പല കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാന്റെയും ആചാര്യന്മാരുടെയും ഭഗവത് ഭക്തരുടെയും ദർശനത്തിൽ കൂടി മനസ്സിലാക്കുന്ന വിഭക്തി ഭക്തിയിൽ നിന്ന് പോകുന്നതിനെയാണ്. ഇനി ഭഗവത് ധാമിൽ പോകാൻ നമ്മുടെ മാർക്ക് 100-ൽ 100 വേണം. ഉദാഹരണത്തിന് നമ്മൾ പറയും, ഞാൻ 16 മാല അല്ലെങ്കിൽ 64 മാല ജപിക്കുന്നു, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, ഭഗവത് സേവ ചെയ്യുന്നു, പ്രസാദ സേവ ചെയ്യുന്നു, ഡെയിറ്റി സേവ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഡിവോട്ടി കെയർ ചെയ്യുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ 75 മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. പോയിട്ട് 25 മാർക്ക് വേണമല്ലോ. ആ 25 മാർക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പ്രഭുപാദേ, എൻ്റെ ഗുരുദേവ എന്നൊരു വാക്ക് വിളിക്കുമ്പോൾ 25 മാർക്ക് മോഡറേഷൻ ആയിട്ട് കിട്ടിയിട്ട് ഗേറ്റ് തുറക്കപ്പെടും. അപ്പൊ അവിടെ പറയുന്നത് എന്ത് പറഞ്ഞാൽ, ആധ്യാത്മിക ശ്രേഷ്ഠ ഭക്തരുടെ കൃപയുണ്ടെങ്കിലേ ഭക്തിയിൽ 100-ൽ 100 മാർക്ക് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പ്യുവർ അല്ല. അപ്പൊ മഹാപ്രഭുവിന്റെ ഓരോ ഭക്തരുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ഈ ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. അതിനാണ് ഓരോ ഭക്തരുടെയും ഉദാഹരണം നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി തരുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഭൗതിക തർക്കവാദികളെയും മഹാപ്രഭു തർക്കത്തിൽ തോൽപ്പിച്ചു. അവരുടെ ചെവിയിൽ പറയുന്നു, പലതരത്തിലുള്ള ആൾക്കാരെ, ഭൗതിക തർക്കവാദികളെയും മായാവാദികളെയും ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരെ ചൈതന്യ മഹാപ്രഭു തർക്കത്തിൽ തോൽപ്പിച്ചിട്ട് അവരുടെ ചെവിയിൽ അദ്ദേഹം പറയുന്നു കൃഷ്ണ എന്ന്. ഇത് കേട്ട മാത്രയിൽ അവർ കൃഷ്ണനാമം ജപിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. കാരണം എന്താ? അദ്ദേഹം സാക്ഷാൽ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, രാധാ റാണിയുടെ ഭാവത്തിൽ വന്നതാണ്, രാധാ ഭാവമാണ്. അപ്പൊ അത് കേട്ട മാത്രയിൽ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജ്ഞ. സ്വയം പ്രജ്ഞ എന്നാൽ നമ്മുടെ ചിന്തയിൽ എന്ത് മനസ്സിലാക്കി എന്ത് പ്രാവർത്തികം ആക്കാൻ
എന്ത് സങ്കല്പം ചെയ്യണം, ഇത്യാദി കാര്യങ്ങളെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭൗതികതയിലും ഭൗതികതയിൽ നിന്നുകൊണ്ട് ആത്മീയതയിൽ എന്ത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാവർത്തികമാക്കണം, നമ്മൾ ആത്മീയതയിൽ ഉയരാനായിട്ട് എന്ത് സങ്കല്പമാണ് എടുക്കേണ്ടത്, അതിനെ എങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഇത്യാദി കാര്യങ്ങൾ ചിന്തിച്ച് ആ രീതിയിൽ പോകുമ്പോഴാണ് അതിനെ പ്രജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണം, ഗീത പഠിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു ബ്രാഹ്മണൻ ശ്രീരംഗത്ത് എന്ത് ചെയ്തു? ഗുരുവിന്റെ ആജ്ഞ പരിപാലനം ചെയ്തു. നിത്യം ഭാഗവത സേവയ എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം ഗീത എഴുത്തും വായനയും അറിയാത്ത ആ ബ്രാഹ്മണൻ തലതിരിച്ച് പിടിച്ച് വായിക്കാൻ തുടങ്ങി. മറ്റെല്ലാവരും ചിരിക്കാൻ തുടങ്ങി, മറ്റ് പണ്ഡിതന്മാര്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അപ്പം ഗുരുവിന്റെ ആജ്ഞ അദ്ദേഹം പാലനം ചെയ്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ എന്തിന്റെ മുകളിൽ വേണം? ആ ഗുരുവിന്റെ ആജ്ഞയുടെ മുകളിൽ നാം ഓരോരുത്തരെയും ശ്രദ്ധ വേണം. ഈ ബ്രാഹ്മണന്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിലോട്ട് ഡീറ്റെയിൽസ് ഇട്ട് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭക്തവാത്സല്യം അല്ലെങ്കിൽ ഭക്തവത്സല ഭാവം എന്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം മനസ്സിലാക്കി, എന്തുമാത്രം ആസ്വദിക്കുന്നു, എന്തുമാത്രം പഠിക്കുന്നു. ഭഗവാന്റെ ഭക്തവത്സല ഭാവം എന്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം മനസ്സിലാക്കി, എന്തുമാത്രം ആസ്വദിക്കുന്നു, എന്തുമാത്രം പഠിക്കുന്നു എന്നുള്ള ഒരു വിശകലനം. അപ്പോ ഉപനിഷത്ത് പറയുന്നുണ്ട്, യസ്യാന ഹസ്തി സ്വയം പ്രജ്ഞ എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് സ്വയം പ്രജ്ഞയില്ലെങ്കിൽ ശാസ്ത്രം എങ്ങനെ മനസ്സിലാക്കും? ഒരു വ്യക്തിക്ക് സ്വയം പ്രജ്ഞയില്ലെങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ ശാസ്ത്രം മനസ്സിലാകും? അപ്പോ ശാസ്ത്രതസ്യ പ്രചോകദീഖിം ലോചനെ അഭ്യാഹിം നസ്യ ദർപ്പണം കിം കരിഷ്യതി. രണ്ട് കണ്ണും ഇല്ലാത്ത വ്യക്തിക്ക് ആ വ്യക്തിക്ക് കണ്ണാടി കാണിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പൊ പ്രജ്ഞയില്ലാത്ത ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോട് ശാസ്ത്രം പഠിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം എന്നാണ് ഉപനിഷത്ത് ചോദിക്കുന്നത്. അടുത്തത്, സ്വയം പ്രജ്ഞയില്ലാത്ത വ്യക്തിക്ക് ശാസ്ത്രം ഒരു ഗുണവും ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പം ഒരു വ്യക്തിക്ക് പ്രജ്ഞ ഉണ്ടെങ്കിൽ മാത്രമേ, അതുകൊണ്ടാണ് യജന്തി സുമേധസ എന്ന് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തില് ഭഗവാന്റെ ഭക്തരെ, ഹരിനാമം ജപിക്കുന്ന വ്യക്തികളെ അതിബുദ്ധിമാന്മാരെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ചൈതന്യ ചരിതാമൃതം സ്വയം നമ്മുടെ അകത്ത് കയറി നോക്കാൻ പറയുന്നു. നാം ഓരോരുത്തരും ചൈതന്യ ചരിതാമൃതം പറയുന്ന ഈ ചൈതന്യ ചരിതാമൃതം പഠിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കുന്ന, ഈ ശാസ്ത്രം പഠിക്കുന്ന വ്യക്തി, പ്രജ്ഞയുള്ള വ്യക്തികൾ, നാം ഓരോരുത്തരും നമ്മളുടെ അകത്തെ അന്ധകരണത്തിൽ കയറി നോക്കാൻ പറയുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹനുമാൻ സ്വയം ഹൃദയത്തിൽ കയറി നോക്കി കണ്ടതോ സീതാരാമനെ. അപ്രകാരം നമ്മളും നമ്മുടെ ഹൃദയത്തിൽ കയറി നോക്കും. ഹനുമാൻ മാതിരി നമുക്ക് നോക്കാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ നമ്മുടെ പ്രജ്ഞയിൽ കൂടി വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോ കൃഷ്ണമയി അതാരാണെന്ന് വെച്ചാൽ ശ്രീമതി രാധാറാണി, അതാണ് ചൈതന്യ മഹാപ്രഭു. കൃഷ്ണമയി അതാരാന്ന് വെച്ചാൽ ശ്രീമതി രാധാറാണി, അതാണ് മഹാപ്രഭു. കൃഷ്ണയാർ ബ്രീതേരെ ബഹിർയെ യഹ 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 നേത്രപാടെ വഹ വഹ കൃഷ്ണസ്പ്രേ.
അതായത് കൃഷ്ണഭക്തൻ എന്തും എവിടെയും എപ്പോഴും നോക്കുന്നത് അവിടെയെല്ലാം കൃഷ്ണനെ കാണും. അപ്പൊ ഒരു കൃഷ്ണഭക്തന് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ളത് എല്ലാ വസ്തുക്കളും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ട് മാത്രമേ കാണുകയുള്ളൂ. എല്ലാത്തിലും കൃഷ്ണന്റെ മഹിമ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ടാണ് ശീലപ്രഭുപാദ് മോർണിംഗ് വാക്കിൽ പോയ സമയത്ത് ആകാശത്തിന്റെ രാവിലത്തെ ആ സൗന്ദര്യം കണ്ട് വെസ്റ്റേൺ ഡിവോട്ടികൾ പറഞ്ഞപ്പോ, ഈ ആകാശത്തിന്റെ ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ സൃഷ്ടാവിന് എന്തുമാത്രം സൗന്ദര്യമുണ്ടെന്ന് അവരോട് തിരിച്ചു ചോദിച്ചത്. കാരണം ശുദ്ധഭക്തൻ എല്ലായിടത്തും കൃഷ്ണനെയാണ് കാണുന്നത്, കൃഷ്ണന്റെ ഒരു മഹിമ കാണുന്നു. അപ്പൊ ശുദ്ധഭക്തരുടെ ലക്ഷണം അകത്തും പുറത്തും ഭഗവാനെ കാണുന്നു. അപ്പൊ ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം സർവ്വയിടത്തും ഭഗവാനെ കാണുന്നു, അകത്തും പുറത്തും. നമ്മുടെ ആന്തരംഗ ഭാവം വളരെ കുറവായിരിക്കും. നാം ഓരോരുത്തരും നമ്മുടെ ഭക്തരായ നമ്മുടെ ആന്തരംഗ ഭാവം വളരെ കുറവായിരിക്കും. ഭഗവത്ഗീതയിൽ 5:17 പറയുന്നുണ്ട്, തദ്ബുദ്ധ യസ്താദാത്മനാസ്ത നിഷ്ഠാസ്തത്പരായണഃ ഗച്ഛന്തി പുനരാവൃത്തിം ജ്ഞാന നിർദൂത കൽമഷഃ. എന്താന്ന് വെച്ചാൽ ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം പരമ്പൊരുളിൽ, അതായത് കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. അതായത് പ്രജ്ഞയുള്ള വ്യക്തി, സങ്കല്പമുള്ള വ്യക്തി, അവന്റെ ഭീതറിൽ കയറി, അകത്ത് കയറി അവൻ സ്വയം മനസ്സിലാക്കുന്ന വ്യക്തി, ഇവിടെ ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശയവുമെല്ലാം പരമ്പൊരുളായ കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു എന്ന് ഭഗവത്ഗീത 5:17 പറയുന്നു. അത് തന്നെയാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു ഭക്തരോട് പറയുന്നു. അപ്പോ ഈ ശ്രീരംഗത്തിൽ ചെന്നപ്പോ ഇവിടെ ചൈതന്യ ചരിതാമൃതം നമുക്ക് ഒരു തരത്തിൽ കണ്ണാടിയാണ് കാണിച്ചു തരുന്നത്. നമ്മളെ തന്നെ കാണുകയാണ്. ചൈതന്യ ചരിതാമൃതം നമുക്ക് കണ്ണാടിയാണ് കാണിച്ചു തരുന്നത്. നമ്മളെ തന്നെ കാണുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. ഓരോ ഭക്തരും ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോൾ, ശ്രദ്ധയോട് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കും ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെയാണ് ഇനി ശരിയാക്കേണ്ടത്, എന്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മളുടെ കണ്ണാടിയിൽ കൂടി നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ശ്രീരംഗത്തില് വെങ്കടഭട്ട് എന്ന ഭക്തന്റെ വീട്ടിൽ 4 മാസം ചാതുർമാസത്തിൽ മഹാപ്രഭു താമസിച്ചുള്ളൂ. ആ ശ്രീ സമ്പ്രദായം പരിപാലനം ചെയ്യുന്ന ആളായിരുന്നു വെങ്കടഭട്ട്. രാമാനുജാചാര്യ അനുയായിയാണ് വെങ്കടഭട്ട്. കാരണം രാമ അനുജൻ എന്ന് വെച്ചാൽ രാമന്റെ അനുജൻ ആരാണ്? ലക്ഷ്മണൻ. ശരിക്ക് രാമാനുജാചാര്യ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മണനാണ്. സമ്പ്രദായത്തില്, ശ്രീ സമ്പ്രദായത്തിൽ ലക്ഷ്മണനാണ് രാമാനുജാചാര്യായിട്ട് വന്നത്. രാമന്റെ അനുജൻ ആരാണ്? ലക്ഷ്മണൻ. അപ്പൊ അങ്ങനെ വെങ്കടഭട്ട് ചൈതന്യ മഹാപ്രഭുവും തമ്മില് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. മഹാപ്രഭു ചോദിക്കുന്നു, ലക്ഷ്മി സർവശ്രേഷ്ഠ പതിവ്രതയാണല്ലോ, ലക്ഷ്മി മാത സർവശ്രേഷ്ഠ പതിവ്രതയാണല്ലോ, എന്നാൽ ഗോപാലകൃഷ്ണന്റെ സേവകനാണ് ഞാൻ. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഞാൻ ഗോപാലകൃഷ്ണന്റെ സേവകനാണ്, എന്റെ സ്വാമിയാണ് ചൈതന്യ ഭഗവാൻ കൃഷ്ണൻ. ഞാൻ മനസ്സിലാക്കി നിന്റെ ലക്ഷ്മി ഗോപാലന്റെ സംഘം ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
അപ്പൊ നാരായണന്റെ പതിവ്രതയായ ഭഗ്നിയായിട്ടും ഗോപാലകൃഷ്ണന്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരം തരൂ എന്ന് അദ്ദേഹം വെങ്കിടഭട്ടനോട് ചോദിക്കുന്നു. അപ്പൊ വെങ്കിടഭട്ട് ആകെ വിഷമത്തിലായി. ഇത് അവര് തമ്മിലുള്ള ശ്രേഷ്ഠ സംവാദമാണ്. നമ്മളിത് അധികം ആദ്യം നമ്മുടെ തലയെ കയറ്റേണ്ട കാര്യമില്ല. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ലീലയാണ്. കാരണം ആരാണ് ശ്രേഷ്ഠൻ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീലയാണ്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുള്ള ഇത്. അപ്പൊ അത് വെച്ച് നമ്മുടെ ബുദ്ധിയിലോട്ട് കയറ്റരുത്. അപ്പൊ അപരാധമായി മാറും. അപ്പോ അങ്ങനെ വെങ്കിടഭട്ട് പറയുന്നു, നാരായണനും കൃഷ്ണനും ഒന്നാണല്ലോ എന്ന്. അപ്പൊ കൃഷ്ണന്റെ രസ ആസ്വാദനം കൃഷ്ണന് രസ ആസ്വാദനം കൂടുതലാണ്. കൃഷ്ണന്റെ കൂടെ രാസലീലയിൽ നൃത്തം ചെയ്യാൻ ലക്ഷ്മി മാത തപസ്യ ചെയ്യുന്നു. അനുവാദം കിട്ടിയിട്ടില്ല. ലക്ഷ്മിക്ക് അനുവാദം കിട്ടിയില്ല. കാര്യം എന്താണ്? മഹാപ്രഭുവിന്റെ അടുക്കൽ വെങ്കിടഭട്ട് പറയുന്നു, ഞാൻ സാധാരണ ജീവാത്മാവാണ്, എനിക്കറിയില്ല, അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. അപ്പം ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം സാധാരണ ജീവാത്മാക്കൾക്ക് ഈ ലീല മനസ്സിലാക്കാൻ പ്രയാസമാണ്. അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു. കൃഷ്ണൻ സർവ ആകർഷക കൃഷ്ണനാണ്. കൃഷ്ണനെ വിളിക്കുന്ന സർവ ആകർഷക കൃഷ്ണൻ എന്നാണ്. എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. അപ്പൊ കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം ആകർഷകൻ ആണ്. എല്ലാവരുടെയും മനസ്സിനെയാണ് കൃഷ്ണൻ ആകർഷിക്കുന്നത്. അതായത് വെണ്ണയും ഭക്തരുടെ മനസ്സും വസ്ത്രവുമാണ് കൃഷ്ണൻ മോഷ്ടിക്കുന്നത്. ഇവിടെ ഭക്തരുടെ മനസ്സിനെ മോഷ്ടിക്കുന്നു, ആകർഷിക്കുന്നു, പിടിച്ചെടുക്കുന്നു. കൃഷ്ണഭക്തിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ വ്യക്തി ബ്രജഭക്തിയുടെ ഭാവം സ്വീകരിക്കണം. അപ്പൊ ഏതൊരു വ്യക്തി കൃഷ്ണ ഭാവനാമൃതത്തിൽ അല്ലെങ്കിൽ പരിപൂർണ കൃഷ്ണഭക്തിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ വ്യക്തി ബ്രജഭക്തിയുടെ ഭാവം അംഗീകരിക്കണം, സ്വീകരിക്കണം. ബ്രജവാസികളുടെ കൃപയിൽ കൃഷ്ണലീലയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം രാസലീലയിൽ എന്തുകൊണ്ട് കയറിയില്ല എങ്കിൽ എന്ന് വെച്ചാൽ ബ്രജഭാവം സ്വീകരിക്കാത്തത് കൊണ്ടാണ് അനുവാദം കിട്ടാത്തത്. ബ്രജഭാവം സ്വീകരിച്ചെങ്കിൽ മാത്രമേ രാസലീലയിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്ന് മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ബ്രജലീലയിൽ ഐശ്വര്യം, ഇതിന് പ്രസക്തിയില്ല. ബ്രജലീലയിൽ ഐശ്വര്യത്തിനോ അറിവിനോ ജ്ഞാനത്തിനോ പ്രസക്തിയില്ല. നന്ദഗോപരും യശോദയും ഈശ്വരനാണെന്ന് അംഗീകരിച്ചിട്ടില്ല. ഉദ്ധവര് വരെ നന്ദഗോപരോടും യശോദമായോടും പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായിട്ടാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറഞ്ഞിട്ടും അവർ അംഗീകരിച്ചിട്ടില്ല. ഗോപന്മാർ അംഗീകരിച്ചിട്ടില്ല, ഗോപസ്ത്രീകൾ അംഗീകരിച്ചിട്ടില്ല. അവര് പുത്രനായിട്ട് മാത്രമേ നന്ദഗോപര് യശോദമായി അംഗീകരിച്ചിട്ടുള്ളൂ. ഗോപന്മാര് സഖായിട്ടും ഗോപസ്ത്രീകൾ തൻ്റെ മനസ്സ് നിറയെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ള വ്യക്തിയായിട്ടുമാണ് കാണുന്നത്. അതായത് ആ ഒരു രീതിയിലാണ് കൃഷ്ണനെ അവർ കാണുന്നത്. സർവ്വതും ശരണാഗതി പ്രാപിച്ച് അടിയറ വെച്ചിട്ടുള്ള. അപ്പൊ ഗോപീഗണ മിത്രഭാവത്തിലും മിത്രമായി അംഗീകരിച്ചു. ശ്രുതിഗണങ്ങൾ രാസലീലയിൽ പ്രവേശിച്ചു. ശ്രുതികൾ ഗോപികളായി. വെങ്കിടഭട്ട് നാരായണനെ പൂർണ്ണ പുരുഷോത്തമനായിയാണ് അംഗീകരിച്ചിരുന്നത്. നാരായണൻ കൃഷ്ണന്റെ വിലാസരൂപത്തിലാണ് പ്രകടമായത് എന്ന് മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നു. നാരായണൻ കൃഷ്ണന്റെ വിലാസരൂപത്തിലാണ് പ്രകടമായതെന്ന് പറയുന്നു വെങ്കിടഭട്ടനോട്. നോക്കൂ, കൃഷ്ണൻ നാരായണിയുടെ ചിത്ത് ആകർഷിച്ചു എന്നാൽ കൃഷ്ണൻ നാരായണിയുടെ, അതായത് ലക്ഷ്മി ദേവിയുടെ ചിത്ത് ആകർഷിച്ചു എന്നാൽ ഗോപികകളുടെ ഹൃദയം നാരായണനെ ആകർഷിക്കാൻ സാധിച്ചിട്ടില്ല. കൃഷ്ണൻ
ലക്ഷ്മി മാതായുടെ, അതായത് നാരായണിയുടെ ഹൃദയം ആകർഷിച്ചു. എന്നാൽ ഗോപികകളുടെ ഹൃദയം നാരായണൻ ആകർഷിക്കാൻ സാധിച്ചിട്ടില്ല. പല ലീലകളും അതുണ്ട്. ഭഗവാൻ തന്റെ ഭക്തരുടെ കൂടെ ആധാർ പ്രദാനം ചെയ്യാൻ വ്യത്യസ്ത രൂപം എടുക്കുന്നു. എന്നാൽ വീണ്ടും പറയുന്നു, ഭഗവാൻ തന്റെ ഭക്തരോട് ആ പരസ്പരം പ്രേമങ്ങൾ കൈമാറുവാൻ വ്യത്യസ്ത രൂപം എടുക്കുന്നു. ഏക ഈശ്വര ഭക്തി രസ്ഥാന അനുരൂപ് ഏക വിഗ്രഹ കരെ നാനാകര രൂപ്. മഹാപ്രഭു പറയുന്നു, ഈശ്വരൻ ഭക്തരുടെ ധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രൂപം എടുക്കും. ഭഗവാൻ ഭക്തരുടെ ധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രൂപം എടുക്കുന്നു. ഇപ്രകാരം മനസ്സിലാക്കിയ ശേഷം ഭട്ട് മഹാപ്രഭുവിന്റെ ചരണത്തിൽ വീഴുന്നു. വെങ്കടഭട്ട്. അപ്പൊ വെങ്കടഭട്ട് ലക്ഷ്മി നാരായണന്റെ സേവ ചെയ്തതിന്റെ കാരണം, ലക്ഷ്മി നാരായണന്റെ സേവ ചെയ്തതിന്റെ കാരണം മഹാപ്രഭുവിന്റെ സംഘം കിട്ടിയത്. അപ്പം വെങ്കടഭട്ടിന് ലക്ഷ്മി നാരായണന്റെ സേവ ചെയ്തതിന്റെ കാരണമായി, പരിണിത ഫലമായിട്ടാണ് മഹാപ്രഭുവിന് സംഘം കിട്ടിയത് എന്ന് പറഞ്ഞ് വെങ്കടഭട്ട് മഹാപ്രഭുവിന്റെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ അദ്ദേഹം മഹാപ്രഭുവിന്റെ, എന്റെ നാരായണന്റെ കൃപയാലായിട്ടാണ് എനിക്ക് അങ്ങയുടെ കൃപ കിട്ടിയതും അങ്ങയുടെ പാദകമലം ദർശിക്കാനും അങ്ങയുടെ സത്സംഗം കിട്ടിയതും, അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ശരണം പ്രാപിക്കുന്നു. അങ്ങനെ ആ മഹാപ്രഭു ആലിംഗനം ചെയ്യുന്നു വെങ്കടഭട്ടിനെ. എന്നിട്ട് എല്ലാ കൃപയും മഹാപ്രഭു കൊടുക്കുന്നു. അപ്പൊ ആ മഹാപ്രഭുവിന്റെ ആലിംഗനം കിട്ടിയ മാത്രയിൽ വെങ്കടഭട്ടിന് എല്ലാ കൃപയും കിട്ടുന്നു. അപ്പൊ ദക്ഷിണ ഭാരതത്തിലെ സകല തീർത്ഥ സ്ഥലങ്ങൾ മഹാപ്രഭു സന്ദർശിച്ച് അതിപവിത്രമാക്കി മഹാതീർത്ഥമാക്കി. അപ്പൊ മഹാപ്രഭു ദക്ഷിണ ഭാരതത്തിലെ ഒട്ടുമുഖ്യ തീർത്ഥങ്ങളും സന്ദർശിച്ചു. ആ തീർത്ഥങ്ങളെല്ലാം പവിത്രമാക്കി മഹാതീർത്ഥമാക്കി കൊടുത്തു മഹാപ്രഭു. തന്നെയുമല്ല, ഒരുപാട് ആൾക്കാരെ ഉദ്ധാരണം ചെയ്തു, ഒരുപാട് ആൾക്കാരെ ഭക്തരാക്കി. അപ്പോ ദക്ഷിണ ഭാരതത്തിലെ ആൾക്കാർ അക്കാലത്ത്, ശ്ലോകം 42 പറയുന്നുണ്ട്, അക്കാലത്ത് പലതരത്തിലുള്ള മതസിദ്ധാന്തത്തിൽ കുടുങ്ങിയിരുന്നു. 42 പറയുന്നുണ്ട്, അനേക തരത്തിലുള്ള തത്വചിന്തകരുണ്ട്. ചിലർ ഗൗതമനെയോ കണാദനെയോ പിന്തുടരുന്നു, തർക്കശാസ്ത്രക്കാരാണ് ചിലർ ജമിനിയുടെ മീമാംസ തത്വശാസ്ത്രം പിന്തുടരുന്നു, ചിലർ ശങ്കരാചാര്യരുടെ ശാസ്ത്രം പിന്തുടരുന്നു, മറ്റു ചിലർ പതഞ്ജലിയുടെ യോഗശാസ്ത്രം പിന്തുടരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രങ്ങളിൽ പിന്തുടരുന്ന ആൾക്കാരായിരുന്നു. പലതരത്തിലുള്ള മതസിദ്ധാന്തത്തിൽ കുടുങ്ങിയിരുന്നു. കാരണം അവർ നിരാകാരവാദികളായിരുന്നു, ബുദ്ധിസമായിരുന്നു, ജൈനിസമായിരുന്നു ഇത്യാദി മുതലകളുടെ പിടിയിൽ നിന്ന് അവരെയെല്ലാം മോചിപ്പിച്ച് വൈഷ്ണവനാക്കി. അപ്പൊ ഇങ്ങനെയുള്ള ആ തത്വചിന്തകളിൽ നിന്നും മീമാംസകളിൽ നിന്നും ആ നീരാളി പിടുത്തത്തിൽ നിന്ന് അവരെ മുക്തരാക്കി മഹാപ്രഭു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഈ തീർത്ഥയാത്ര ചെയ്തത്. എല്ലാവരെയും ഉദ്ധരിപ്പിച്ചു, മുക്തരാക്കി. എങ്ങനെ മുക്തനാക്കി? ആചാര്യന്മാർ പറയുന്നത്, എപ്രകാരം ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചുവോ അപ്രകാരം വിവിധ തരത്തിലുള്ള തത്വശാസ്ത്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. എപ്രകാരം ഗജേന്ദ്രനെ ഹൂഹു എന്ന മുതലയുടെ പിടുത്തത്തിൽ നിന്ന് ഭഗവാൻ നാരായണൻ വിഷ്ണു മോചിപ്പിച്ചുവോ
അപ്രകാരം പലതരത്തിലുള്ള തത്വശാസ്ത്രങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് മഹാപ്രഭു അവരെയെല്ലാം മോചിപ്പിച്ചു. മഹാപ്രഭുവിന് വളരെ പ്രസക്തരായ ഭക്തന്മാരുമായിട്ടുള്ള സംഘം. അപ്പൊ ഇഷ്ടഗോഷ്ഠി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന വ്യക്തിയാണ് മഹാപ്രഭു. അപ്പൊ ഇഷ്ടഗോഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ പ്രസക്തരായ ഭക്തരുമായിട്ടുള്ള സംഘം, ഭഗവത് സേവാ സംഘം, കൃഷ്ണാവബോധം പരസ്പരം ചർച്ച ചെയ്യുക, ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുക, മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം, ആത്മീയതയിലെ മീറ്റിങ്ങുകള്, ഇതിനെല്ലാം കൂടിയാണ് ഇഷ്ടഗോഷ്ഠി എന്ന് പറയുന്നത്. അപ്പൊ ആ ഇഷ്ടഗോഷ്ഠി ആയിരുന്നു ചൈതന്യ മഹാപ്രഭു ചെയ്തുകൊണ്ടേയിരുന്നു. അതേ ഇഷ്ടഗോഷ്ഠിയാണ് ശീലപ്രഭുപാദും നമ്മളിലുള്ള വൈഷ്ണവ ആചാര്യന്മാരും നമ്മൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ കവിരാജ് ഗോസ്വാമി പറയുന്നു, മഹാപ്രഭു വനത്തിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ പറ്റി ഉന്മത്തനായ ആന നടക്കുന്ന മാതിരിയാണ്. അപ്പൊ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ആധ്യാത്മിക ഗുരുനാഥൻ നമ്മളെ പോലുള്ള കർമ്മങ്ങൾ, പാപങ്ങൾ സ്വീകരിക്കുവാൻ ആന മാതിരി അജാന ബാഹുവായിരിക്കണം, അദ്ദേഹം നടക്കുന്നത് ആന മാതിരി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത്രയും പാപങ്ങളെല്ലാം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നു. ഗുരുവിന്റെ ഒരു ദർശന മഹിമയാണ് പറയുന്നത്. അപ്പൊ ഉന്മത്തനായ ആന നടക്കുന്ന മാതിരി രൂപമാധുരി, വേണുമാധുരി, ലീലമാധുരി, പ്രേമമാധുരി, അതിസുന്ദരമായ അവസ്ഥയിൽ എന്ന് രൂപഗോസ്വാമി പറയുന്നു. അപ്പോ മഹാപ്രഭു വനത്തിൽ കൂടെ നടക്കുമ്പോൾ രൂപമാധുരിയും പ്രേമമാധുരിയും വേണുമാധുരി, ലീലമാധുരി എന്ന് വേണ്ട, ആ അതിസുന്ദരമായ ഭാവത്തില് ആന നടക്കുന്ന മാതിരിയാണ് നടക്കുന്നത് പറയുന്നു. കവിരാജ് ഗോസ്വാമി പറയുന്നു, ഭഗവാൻ നടക്കുമ്പോൾ വെള്ള മുത്ത് ഉള്ള വൈര്യത്തിന്റെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നു. അപ്പൊ ഒരു പടിയൂടെ പോയി കവിരാജ് ഗോസ്വാമി പറയുന്നു, ഭഗവാൻ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ വെള്ളമുത്തുള്ള വൈഡൂര്യങ്ങൾ അല്ലെങ്കിൽ ഡയമണ്ട്സിന്റെ ഒക്കെ മുത്തുമാലകൾ അണിഞ്ഞിരിക്കുന്ന ആ മാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നു. വെളുത്ത, എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, വെളുത്ത അരയന്നം പറക്കുന്ന മാതിരി ആണ് മാല ആടിക്കളിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വെളുത്ത അരയന്നം പറക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. രൂപഗോസ്വാമി പറയുന്നു, ആന നടക്കുന്ന മാതിരിയാണ് നടക്കുന്നത് പറയുന്നു. അപ്പോ ഇന്ദ്ര ധനുഷിക്ക് തതി ഘനശ്യാമമേ, അല്ലയോ ഘനശ്യാമമേ, അങ്ങയുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന മയിൽപീലി മഴവിൽ നിറമാണ്, പലതരത്തിലുള്ള സപ്ത നിറങ്ങളാണ്. മേഘം രണ്ട് കാര്യം ചെയ്യുന്നു, ഒന്ന് മഴയും ഇടയും തരുന്നു, പിന്നെ പീതാംബർ ബിജിലി സഞ്ചാർ എന്നാണ്. പീതാംബർ ബിജിലി സഞ്ചാർ, അതായത് പീതാംബരം ആ ഭഗവാന്റെ പീതാംബരം കറണ്ട് മാതിരി ലൈറ്റ് തരുന്നു, കൊല്യാൻ മാതിരി, അതിനാണ് ബിജിലി എന്ന് പറയുന്നത്. ബിജിലി മാതിരിയാണെന്ന് പറയപ്പെടുന്നു. ഇനി ശരിയായ ശരണാഗതി, നാം എല്ലാവരും പറയുന്നത് ശരണാഗതി ശരണാഗതി ശരണാഗതി, നമുക്കെല്ലാം കംഫർട്ടബിൾ സോണിൽ നിന്നിട്ടുള്ള ശരണാഗതിയാണ്, നമ്മുടെ കണ്ടീഷൻ സോളാണ് നമ്മൾ. പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ശരണാഗതി എന്ന് പറഞ്ഞാൽ മഹാപ്രഭു പറയുന്നു, എല്ലാവരും ദുഃഖത്തിൽ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു. ശരിയല്ലേ? ഭഗവാന് ശരണം പ്രാപിക്കും, ശരിയാ. ദുഃഖം വരുമ്പോ ഭഗവാന്റെ അടുക്ക പറയും, വഴിപാട് കൊടുക്കും, 2 മാല കൂടുതൽ ജപിക്കും, രാവിലെ എണ്ണീച്ച് ജപിക്കും, ഒരാഴ്ച ഭയങ്കര ജഗപൊകയായിരിക്കും,
അത് കഴിഞ്ഞാൽ പിന്നെയും ചങ്കരൻ തെങ്ങുമേൽ. ഇല്ലേ? ഇതാണല്ലോ നമ്മളുടെ അവസ്ഥ. എന്നാൽ മഹാപ്രഭു പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പം ത്യാഗങ്ങൾ സഹിച്ച് ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ശരണാഗതി എന്ന്. നമ്മൾ പറയുന്ന നല്ല സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ നല്ലൊരു ഭക്തനായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കും എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ മഹാപ്രഭു പറയുന്നത് എല്ലാ സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധവും എല്ലാ ആരോഗ്യം എല്ലാം ഉണ്ടായിട്ടും ഇതിനെയൊക്കെ ത്യജിച്ചിട്ട് ത്യാഗങ്ങൾ സഹിച്ച് ഭഗവത് സേവയിൽ മുന്നോട്ട് പോയി ഭഗവാന്റെ പാദകമലത്തിൽ ശരണാഗതി പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ശരണാഗതി എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖത്തിൽ ശരണാഗതി പ്രാപിക്കുമ്പോൾ അത് കണ്ടീഷൻ ശരണാഗതിയാണ്. അപ്പൊ അത് പൂർണ്ണ ശരണാഗതി അല്ല എന്നാണ് മഹാപ്രഭു പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നു, നന്ദ മഹാരാജിന്റെ കുലത്തിലെ ചന്ദ്രമ എവിടെ? രാത്രി അദ്ദേഹം ചോദിക്കുകയാണ്, ചൈതന്യ മഹാപ്രഭു ചോദിക്കുകയാണ്, നന്ദ മഹാരാജിന്റെ കുലത്തിലെ ചന്ദ്രമ എവിടെ എന്ന് ചോദിക്കുന്നു. രാത്രിയിൽ സ്വരൂപ ദാമോദരന്റെ ഇടത് സൈഡിലും സ്വരൂപ ദാമോദർ വലത് സൈഡിലും രാമാനന്ദരായി ഇടത് സൈഡിലും നടുവിൽ ചൈതന്യ മഹാപ്രഭു രാധാറാണിയായി മാറുന്നു. അപ്പോ ഇടത് സൈഡിലും വലത് സൈഡിലും ലളിത വിശാഖ സഖികള്, സ്വരൂപ ദാമോദരും രാമാനന്ദരായും, നടുവില് രാധയും. ആ സ്വരൂപ ദാമോദരന്റെയും രാമാനന്ദറായിയുടെയും കൈകൾ പിടിച്ച് രണ്ട് കൈയും പൊക്കിയിട്ട് എവിടെ എന്റെ നന്ദ മഹാരാജിന്റെ കുലത്തിലെ ചന്ദ്രൻ എവിടെയെന്ന് അട്ടഹസിച്ച് ചോദിക്കുന്നു. ആ പ്രേമ പാരവശത്താൽ. അപ്പം കലികാലത്തെ മഹിമ പ്രഭു 100% രാധയും, അകത്തും രാധ, വെളിയിലും രാധ, ശരീരകാന്തിയും രാധ. അപ്പൊ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ടാണെങ്കിലും 100% അകത്തും വെളിയിലും ശരീരകാന്തിയും രാധയാണ്. അതാണ് മഹാപ്രഭു രാധയാണെന്ന് പറയാൻ. അങ്ങനെയുള്ള രാധ തൻ്റെ സെക്രട്ടറിമാരുടെ കൈകൾ പിടിച്ചിട്ട് ചോദിക്കുന്നു, എവിടെ എന്റെ ശ്യാമസുന്ദരൻ, എവിടെ എന്റെ നന്ദ മഹാരാജിന്റെ കുലത്തിൽ ജനിച്ച ചന്ദ്രൻ എവിടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് രാധാഭാവം, രാധാഹൃദയം, രാധാഭക്തി, രാധാ പ്രേമ ആലാപം എല്ലാം രാധ. എന്നാലോ കേവലം ദർശനം ചെയ്യുന്ന ശ്യാമസുന്ദരന്, അതായത് ചൈതന്യ മഹാപ്രഭു എന്താന്ന് വെച്ചാ രാധയാണ്. ചൈതന്യ മഹാപ്രഭു ഭാവം രാധയാണ്, ഹൃദയം രാധയാണ്, ഭക്തി രാധാഭാവമാണ്, പ്രേമ ആലാപം രാധയാണ്. എന്നാലോ കേവലം ദർശനം ചെയ്യുന്ന ശ്യാമസുന്ദരന്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ ഭാവം രാധാഭാവമാണ്, പക്ഷെ ദർശനം ചെയ്യുന്ന ആരെയാണ്? ശ്യാമസുന്ദരന്. അനുഭവം ചെയ്യുന്നതും ദർശനം ചെയ്യുന്നതും ശ്യാമസുന്ദരനെ, അനുഭവം ചെയ്യുന്നതും ശ്യാമസുന്ദരനെ. ഹമാർ കൃഷ്ണൻ കൊത്തായി എന്നാ ചോദിക്കുന്നത്. എന്റെ കൃഷ്ണൻ എവിടെ എന്നാണ് മഹാപ്രഭു ചോദ്യം. ഹമാർ കൃഷ്ണൻ കൊത്തായി, എന്റെ കൃഷ്ണൻ എവിടെ, എന്റെ മുരളീവദൻ പ്രാണനാഥൻ എവിടെ എന്ന് ചോദിക്കുന്നു രാത്രിയിൽ. എന്റെ കൃഷ്ണൻ എവിടെ, എന്റെ മുരളീവദൻ പ്രാണനാഥൻ എവിടെ എന്ന് മഹാപ്രഭു ചോദിക്കുന്നു. രൂപഗോസ്വാമി പറയുന്നു, കൃഷ്ണഭക്തി രസാ ഭവിതാമതി കിയതാം യതി കുതോ ലഭ്യതേ തത്ര ലൗല്യം കോടി ജന്മ സുഹൃതി ന ലഭ്യതേ.
കോടാനുകോടി ജന്മത്തില് സുഹൃതം കിട്ടിയാൽ പോലും കൃഷ്ണഭക്തി കിട്ടാൻ പ്രയാസമാണ്. ആ കൃഷ്ണഭക്തി രസാഭാവിതാമതി കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ പ്രഭുവിന് തത്ര ലൗല്യം കോടി ജന്മ സുഹൃതി ന ലഭ്യതേ. പ്രഭുവിന് നമ്മുടെ ഭജനയുടെ ബലത്തിൽ കിട്ടത്തില്ല. പ്രഭുവിനെ നമ്മളുടെ ഉറങ്ങിയും ഇരുന്നും കിടന്നും നടന്നും പരദൂഷണം പറഞ്ഞും വായിൽ പ്രസാദം കഴിച്ചുകൊണ്ടും പിന്നെ റഡാർ ചാൻഡിങ്ങിലും എന്ന് വേണ്ട സർവമാന അപരാധങ്ങളിലുള്ള ചാൻഡിങ്ങിൽ കൂടിയും കിട്ടത്തില്ല. പക്ഷെ അതിന് ഗുണമുണ്ട്. പക്ഷെ കൃഷ്ണനെ കിട്ടാൻ പ്രയാസമാണ്, കിട്ടത്തില്ല. നമ്മുടെ ഭജനയുടെ ബലത്തിൽ കിട്ടില്ല. എനിക്ക് എൻ്റെ കൃഷ്ണനെ എപ്പോ കിട്ടും എന്ന ആസക്തി ഉണ്ടാകും. അപ്പൊ നമ്മൾ ഭജിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സില് നമ്മുടെ ബുദ്ധിയിലും എൻ്റെ കൃഷ്ണനെ എനിക്ക് എപ്പോ കിട്ടുമെന്ന ആസക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആസക്തി ഉണ്ടാകണം. അങ്ങനെ ആസക്തി ഉള്ളവർക്ക് കൃഷ്ണനെ കിട്ടും. നമ്മുടെ മതി കൃഷ്ണനിൽ വേണം. നമ്മുടെ മതി കൃഷ്ണനിൽ വേണം. ഇതാണ് നമ്മുടെ ലോഭം. അപ്പൊ നമ്മുടെ മതി കൃഷ്ണനിൽ വേണം. ഇതാണ് നമ്മുടെ ലോഭം. ഭൗതിക ലോഭമല്ല, ഭക്തിയുടെ ലോഭം. ഭൗതികതയിൽ ലോഭം വേണ്ട എന്നാ പറയുന്നത്. എന്നാൽ ഭക്തിയിൽ ലോഭം വേണം, മതിയും വേണം. ഭക്തരുടെ അപാരത കൃഷ്ണകൃപയാൽ ഭക്തരുടെ അപരാധങ്ങള് അപാരമാണ്. എന്നാൽ കൃഷ്ണകൃപയാൽ ഈ അപരാധങ്ങളെല്ലാം ഇല്ലാതാകും. കൃഷ്ണൻ രാധാറാണിയോട് പറയുന്നു, രാധേ നീ ചന്ദ്രമ മാതിരി സുന്ദരിയാണ്. കൃഷ്ണൻ രാധാറാണിയോട് പറയുന്നു, രാധേ നീ ചന്ദ്രമ മാതിരി സുന്ദരിയാണ്. രാധാറാണി ചോദിക്കുന്നു, ഞാൻ രാത്രിയിൽ മാത്രം സുന്ദരിയാണോ എന്ന് ചോദിക്കുന്നു, തിരിച്ചു ചോദിക്കുന്നു. തന്നെയുമല്ല കൃഷ്ണ, നിനക്ക് ചന്ദ്രാവലിയെ മറക്കാൻ പറ്റില്ല ഇല്ലയോ എന്ന് ചോദിക്കുന്നു. കൃഷ്ണൻ നിസ്സഹായനായി പറയുന്നു, എൻ്റെ രാധേ ഞാൻ ഓർത്തത് പോലുമില്ല എന്ന് പറയുന്നു. അടുത്തത്, ഞാൻ അങ്ങനെ ഒരു കാര്യം ഓർത്തത് പോലുമില്ല എൻ്റെ ചന്ദ്രാവലിയെ പറ്റി ഓർത്തിട്ടില്ല. നീ സദാ സുന്ദരിയാണ്, എല്ലായ്പ്പോഴും സർവദാ സുന്ദരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ നീ ഉദ്ദേശിക്കുന്ന അത് ഞാൻ ഓർത്തത് പോലുമില്ല എന്ന് നിസ്സഹായനായിട്ട് കൃഷ്ണൻ പറയുന്നു. ചിലപ്പം ചന്ദ്രമായുടെ മുഖം വലുതായിരിക്കും, ചിലപ്പം ചന്ദ്രമായുടെ മുഖം ചെറുതാണ്. കൃഷ്ണൻ പറയുന്നു, ഞാൻ ഇങ്ങനെ ഓർത്തില്ല രാധേ, നീ സദാ സുന്ദരിയാണ്. രാധാറാണി പറയുന്നു, ചിലപ്പം ചന്ദ്രമ വലുതായിരിക്കും, ചിലപ്പം ചന്ദ്രമ ചെറുതായിരിക്കും. അപ്പൊ കൃഷ്ണൻ പറയുന്നു, എൻ്റെ രാധേ ഞാൻ ഇങ്ങനെ ഓർത്തത് പോലുമില്ല, നീ സദാ സുന്ദരിയാണ്. രാധാറാണി പറയുന്നു, 8-ാം കാണ്ഡത്തിൽ ഭാഗവതത്തിൽ 8-ാം കാണ്ഡത്തില് സമുദ്രമന്ഥനത്തിൽ ഞാൻ പഠിച്ചതാ കൃഷ്ണ. ചന്ദ്രമ ജന്മമെടുത്തു, കൂർമ്മദേവന് ജന്മം വന്നു, ധന്വേന്ദ്രി വന്നു, ഞാൻ തന്നെ മോഹിനി ആയി വന്നു. വീണ്ടും രാധാറാണി പറയുന്നു, ചന്ദ്രമ വരുന്നതിന് മുമ്പ് വിഷം വന്നല്ലോ. കൃഷ്ണൻ സമ്മതിച്ചു, ശരിയാ വിഷം വന്നു. അപ്പൊ രാധാറാണി വീണ്ടും പറയുന്നു, അപ്പൊ എൻ്റെ അമ്മ കീർത്തിദാദേവി അല്ലെങ്കിൽ കീർത്തിദാ സുന്ദരി മഹാസാഗർ. ഓക്കെ, കൃഷ്ണൻ സമ്മതിച്ചു. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ചന്ദ്രൻ. കൃഷ്ണൻ ഓക്കെ, ഉപമ കൊള്ളാം. അപ്പൊ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീതാം വിഷമായില്ലയോ?
ആദ്യം മുമ്പിൽ വന്ന് ഞാൻ വരുന്നതിനേക്കാളും മുമ്പിൽ വന്നത് വിഷമല്ല. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ ശ്രീറാം വിഷമായില്ലയോ എന്ന് കൃഷ്ണൻ 2 കൈയും തലയിൽ വെച്ചു. കൃഷ്ണൻ തന്റെ 2 കൈയും തലയിൽ വെച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ലീലകളാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു ഭാവത്തിലാണ് മഹാപ്രഭു ചൈതന്യ ലീലയെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും. ഹരേ കൃഷ്ണ. അറിയില്ലയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപക്ഷ കൃപാസുന്ദേവജ പതിതാനാം പാവനേപി വൈഷ്ണവേപി നമോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഓ, ആർക്കെങ്കിലും സംശയം? ആരും ഇല്ലെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ.